NDA സർക്കാരിനെ പാർലമെന്റിൽ മുട്ടുകുത്തിച്ചിരിക്കുകയാണ് പ്രതിപക്ഷമായ ഇന്ത്യ സഖ്യം. ലോക്സഭയിൽ നടന്ന വോട്ടെടുപ്പിൽ 2/3 ഭൂരിപക്ഷം ലഭിക്കാത്തതിനെ തുടർന്നാണ് വനിതാ സംവരണ ബിൽ ഭേദഗതി പരാജയപ്പെട്ടത്. ഭരണപക്ഷത്തിന് 290 വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത്. പ്രതിപക്ഷത്തിന് അനുകൂലമായി 230 പേർ ബില്ലിനെതിരെ വോട്ട് ചെയ്തു. കഴിഞ്ഞ 12 വർഷത്തിനിടെ മോദി സർക്കാർ അവതരിപ്പിച്ച ഒരു ബില്ല് ലോക്സഭയിൽ വോട്ടെടുപ്പിൽ പരാജയപ്പെടുന്നത് ഇത് ആദ്യമായാണ്. പ്രതിപക്ഷത്തിൻ്റെ ശക്തമായ പ്രതിഷേധങ്ങൾക്കിടെ നടന്ന വോട്ടെടുപ്പിലേറ്റ പ്രഹരം സർക്കാരിന് വലിയ രാഷ്ട്രീയ തിരിച്ചടിയായി മാറിക്കഴിഞ്ഞു. പ്രതിപക്ഷം അതിശക്തമായ പ്രതിഷേധമുയർത്തിയപ്പോൾ തന്നെ ബില്ല് പരാജയപ്പെടുമെന്ന സൂചന കേന്ദ്രത്തിന് ലഭിച്ചിരുന്നു. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷത്തിനെതിരെ വൻ പ്രചാരണം നടത്താനാണ് BJPയുടെ തീരുമാനം. എന്നാൽ തിരിച്ചടിയിൽ പതറി നിൽക്കുന്ന BJPക്ക് അടുത്ത പണി കൊടുക്കുകയാണ് രാഹുൽ ഗാന്ധി. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെയുള്ള ഇംപീച്ച്മെന്റ് നോട്ടീസാണ്. നേരത്തെ ഇംപീച്ച്മെന്റിനുള്ള അനുമതി ലോക്സഭാ സ്പീക്കറും രാജ്യസഭാ അധ്യക്ഷനും നിരസിച്ചിരുന്നു. അന്ന് 130 MPമാർ ലോക്സഭയിൽ നിന്നും 65 MPമാർ രാജ്യസഭയിൽ നിന്നും ഇംപീച്ച്മെന്റിനെ അനുകൂലിച്ചു. ആകെ 195 MPമാരാണ് അനുകൂലിച്ചത്. എന്നാൽ വനിതാ സംവരണ ബില്ലിനെതിരെ ലോക്സഭയിൽ നിന്ന് മാത്രം 230 MPമാർ വോട്ട് ചെയ്തു. ഈ 230-നൊപ്പം രാജ്യസഭയിൽ നിന്നുള്ള 65 ചേരുമ്പോൾ 295 MPമാരുടെ പിന്തുണ ലഭിക്കുമെന്നിരിക്കെയാണ് വീണ്ടും ഇന്ത്യ സഖ്യം ഇംപീച്ച്മെന്റിന് ഇറങ്ങുന്നത്. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ കൂട്ടുനിന്നു, വോട്ടർ പട്ടികയിൽ നിന്നും അകാരണമായി പേരുകൾ വെട്ടിമാറ്റി തുടങ്ങിയ ആരോപണങ്ങളാണ് പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത്. നേരത്തെ വോട്ടർ പട്ടികയിൽ നിന്നും വൻതോതിൽ പേരുകൾ നീക്കം ചെയ്യുന്നുവെന്ന് ആരോപിച്ച് തൃണമൂൽ കോൺഗ്രസ് മുന്നോട്ട് വച്ച നിർദ്ദേശത്തിന് മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയായിരുന്നു. രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ അധ്യക്ഷതയിൽ ചേർന്ന നിർണായക യോഗത്തിലാണ് തീരുമാനമുണ്ടായത്. പശ്ചിമബംഗാളിലെ വോട്ടർ പട്ടിക പുതുക്കിയപ്പോൾ വ്യാപകമായ ക്രമക്കേടുകൾ നടന്നുവെന്നാരോപിച്ച് മുഖ്യമന്ത്രി മമതാ ബാനർജി വലിയ പ്രതിഷേധമാണ് അഴിച്ചുവിട്ടത്. ഇതിന്റെ തുടർച്ചയായാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറെ നീക്കം ചെയ്യാനുള്ള നീക്കം പ്രതിപക്ഷം ശക്തമാക്കിയിരിക്കുന്നത്. ഭരണഘടനയുടെ 324 5-ാം വകുപ്പ് പ്രകാരം സുപ്രീം കോടതി ജഡ്ജിയെ നീക്കം ചെയ്യുന്നതിന് സമാനമായ സങ്കീർണമായ നടപടിക്രമങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ പുറത്താക്കാനും വേണ്ടത്. ലോക്സഭയിൽ 100 രാജ്യസഭയിൽ 50 അംഗങ്ങളുടെ ഒപ്പ് പ്രമേയത്തിന് അത്യാവശ്യമാണ്. വരും ദിവസങ്ങളിൽ തന്നെ പ്രമേയം സഭയിൽ അവതരിപ്പിക്കാനാണ് പ്രതിപക്ഷം നീക്കം നടത്തുന്നത്. നേരത്തെ ലോക്സഭാ സ്പീക്കർക്കെതിരെ കോൺഗ്രസ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തിന് 148 MPമാർ പിന്തുണച്ചതും നമ്മൾ കണ്ടതാണ്. അതിനിർണായക തെരഞ്ഞെടുപ്പുകൾക്കാണ് രാജ്യം സാക്ഷ്യം വഹിക്കുന്നത്. ഈ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെട്ടാൽ അത് കേന്ദ്ര സർക്കാരിന് വലിയ തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. മാസങ്ങൾക്ക് മുൻപ് രാഹുൽ ഗാന്ധിക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. ഇതാണ് പെട്ടെന്നുള്ള തീരുമാനത്തിലേക്ക് നയിച്ച ഘടകം. ഇപ്പോൾ TDPയുടെ നിലപാടുകളും കോൺഗ്രസിന് അനുകൂലമാകുന്ന സാഹചര്യമാണ്.